ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, കണ്ടൻസ്ഡ് മിൽക്ക് കേക്ക്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കുക. ഒരു ബ്രസീലിയൻ കേക്കാണിത്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 2 കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മിൽക്ക് മെയ്ഡ് 1/2 ടിന്ന് മാത്രമാണ് ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ 1 കപ്പ് പാല്, പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പഞ്ചസാര, ഒരു നുള്ള് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചു കൊടുക്കണം. നമുക്കിതങ്ങോട്ട് മാറ്റി വയ്ക്കുക ഒരു ഭാഗത്തേക്ക്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലാണ് കേട്ടോ ബട്ടർ. ആദ്യം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കിയിട്ട് എടുക്കണം. മീഡിയം സ്പീഡിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടെന്ന മൈദയും അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, പഞ്ചസാര പൊടിച്ചത്, ഉപ്പ്, ഇത്രയും നമുക്ക് പകുതിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ലോ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ ബാക്കി പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് മോൾഡിലോട്ട് മാറ്റാം ഇത്. അപ്പം ഞാനിതുപോലെ 8 ഇഞ്ചിൻ്റെ റൗണ്ട് പാനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. സൈഡിലും അടിയിലൊക്കെ ബട്ടർ തേച്ച് കൊടുക്കുക. അപ്പം ഞാനിതുപോലെ ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. ഇതിലേക്ക് നമുക്കൊരു ബട്ടർ പേപ്പർ കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഈ ബട്ടർ പേപ്പർ വെച്ചതിൻ്റെ മീതി നമുക്ക് കുറച്ച് ബട്ടർ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു 160 അല്ലെങ്കിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ, ഞാനിവിടെ 170യിലാണ് ചെയ്യുന്നത് OTG ചെയ്തുകൊണ്ട്, 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം 50 അല്ലെങ്കിൽ ഒരു 40 സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബേക്ക് ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ടൈമും കൂടെ കൂടുതൽ വയ്ക്കുക. നമുക്കാദ്യം ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 45 മിനിറ്റ് ടോട്ടൽ ടൈം എടുത്തു കേട്ടോ. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് ട്രേയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നൈഫ് വെച്ചിട്ട് ഈ സൈഡൊക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
കണ്ടതിൻ്റെ സൈഡൊക്കെ അങ്ങനെ ഇരിക്കും. കേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് മുട്ടയുടെ മണം തോന്നും എന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ചേർക്കാം. ഞാനിവിടെ വാനില എസൻസ് ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. ഒരു ബ്രസീലിയൻ കേക്കാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.